കടുത്ത മത്സരം നടന്ന ലക്ഷദ്വീപിൽ ഇത്തവണ ഇരു മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. മൂന്നാം തവണയും അംഗത്തിനിറങ്ങിയ NCPയിലെ മുഹമ്മദ് ഫൈസലും കോൺഗ്രസിലെ ഹംദുള്ള സെയ്ദും തമ്മിലാണ് വാശിയേറിയ പോരാട്ടം നടന്നത്. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഇത്തവണ രണ്ട് കക്ഷികളും പ്രചാരണായുധമാക്കിയത്. എന്നാൽ നിലവിലെ MPയെ അയോഗ്യനാക്കിയതടക്കം ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തിയത്. 1971 മുതൽ 2004 വരെ തുടർച്ചയായി കോൺഗ്രസിലെ PM സയ്യിദ് ലക്ഷദ്വീപിൽ നിന്നും വിജയിച്ചു. 2004 JDU സ്ഥാനാർത്ഥി P പൂക്കുഞ്ഞിയോട് കേവലം 71 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിതാവിനെ തോൽപ്പിച്ചയാളെ മകൻ ഹംദുള്ള സെയ്ദ് പരാജയപ്പെടുത്തി. എന്നാൽ പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് ഫൈസൽ ഹംദുള്ളയെ തോൽപ്പിച്ചു. ഇത്തവണ 84% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആകെയുള്ള 57,784 വോട്ടുകളിൽ 48,468 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. ന്യൂസ് മലയാളം, കൊച്ചി.